students, Assalamu alaikum. Welcome back to Rasia 7 Max. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ 8th ചാപ്റ്റർ ആയ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രിയുടെ സെക്കൻഡ് സെറ്റ് ഓഫ് എക്സസൈസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഈസ് ബേസ്ഡ് ഓൺ ട്രിഗണോമെട്രിക് റേഷ്യോ ടേബിൾ. ഓക്കെ, നമ്മുടെ ഇൻട്രോഡക്ടറി പാർട്ടിൽ ഈ ട്രിഗണോമെട്രിക് റേഷ്യോ ടേബിൾ ബൈ ഹാർട്ട് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അത് ഒന്നും കൂടെ പറയാൻ, അതായത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സൈൻ 60 ഇൻറ്റു കോസ് 30 പ്ലസ് സൈൻ 30 ഇൻറ്റു കോസ് 60. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ 60യുടെ വാല്യൂ വേണം, കോസ് 30യുടെ വാല്യൂ വേണം, സൈൻ 30യുടെ വാല്യൂ വേണം, കോസ് 60യുടെ വാല്യൂ വേണം. അപ്പൊ ഈ വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്? ട്രിഗണോമെട്രിക് റേഷ്യോ ടേബിളിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ആ ടേബിൾ നല്ല രീതിയിൽ അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ ടേബിൾ ബൈ ഹാർട്ട് ചെയ്യാതെ തന്നെ അത് എങ്ങനെ ഓർത്തിരിക്കാം, ഓക്കെ, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം, റേഷ്യോസിന്റെ ഓർഡർ തിരിഞ്ഞു പോയത് സൈൻ കോസ് ടാൻ കൊസീക് ഈക്വൽ എന്ന് എഴുതണം. ഓക്കെ, ആംഗിളിന്റെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻക്രീസിംഗ് ഓർഡറിൽ വേണം എഴുതാൻ. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഇത്ര ആംഗിൾസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ചെയ്യുന്ന രീതി ശ്രദ്ധിക്കാം. ഈ സൈൻ തീറ്റയുടെ വാല്യൂ ഉണ്ടല്ലോ, നിങ്ങൾ ചെയ്യേണ്ട രീതി ഇത്രേ ഉള്ളൂ. നമ്പർ ചെയ്യുക, 0, 1, 2, 3, 4 എന്നെഴുതി. ഓക്കെ, ഇനി ഈ നമ്പേഴ്സിനെ എന്ത് ചെയ്യുക? 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക എല്ലാ നമ്പേഴ്സിനെയും. ഓക്കെ, ഡിവൈഡഡ് ബൈ 4, ഡിവൈഡഡ് ബൈ 4, ഡിവൈഡഡ് ബൈ 4. ഇനി ആ ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന് നമ്മൾ എന്ത് ചെയ്യുക? റൂട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ റൂട്ട് ഓഫ് ഒറ്റയടിക്ക് ചെയ്യാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രോഡക്ടറി പാർട്ടിലെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇത് കണ്ടിട്ട് ഡൗട്ട് ഉള്ള കുട്ടികൾ ആ വീഡിയോ ഒന്ന് കണ്ടേക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമുക്കറിയാം 0 when divided by 4 we get 0 itself. Root of 0 is equal to what? 0. അപ്പൊ ഈ വാല്യൂ ഞാൻ ഇറേസ് ചെയ്യാണ്, 0 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി നോക്കിയേ, 1/4 എന്നാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1ന്റെ റൂട്ട് എന്താണ്? 1 തന്നെയാണ്. 4ന്റെ റൂട്ട് എന്താണ്? 2 ആണ്. സോ നമുക്ക് 1/2 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് is sin 30 is equal to 1 divided by 2. ഓക്കെ, ഇനി ഇതാ നോക്കിക്കേ, 45 ഡിഗ്രി എന്ന് പറയുന്നത് 2/4 എന്ന് പറഞ്ഞ സിംപ്ലസ്റ്റ് ഫോം എന്താണ്? 1/2. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 1ന്റെ റൂട്ട് 1ഉം 2ന്റെ റൂട്ട് ആരാണ്? √2. സോ നമുക്ക് എന്തെന്ന് കിട്ടും? sin 45ന്റെ വാല്യൂ എത്ര കിട്ടും? 1 divided by √2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ, 3/√4 എന്നാണ്. 3യുടെ റൂട്ട് എന്താണ്? √3 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ √3 അതേപോലെ കൊടുക്കുന്നു. ഇനി 4ന്റെ റൂട്ട് എന്താണ്? 2 ആണ്. സോ √3 divided by 2. ഓക്കെ, നെക്സ്റ്റ് 90 ഡിഗ്രി സൈൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4/4 is equal to 1. 1ന്റെ റൂട്ട് എത്രയാണ്? 1. ഓക്കെ, നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ചില കേസുകളിൽ നമ്മൾ ഹാൻഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനേക്കാൾ കുറച്ചും കൂടെ സിമ്പിൾ ഇതാണ്. ഓക്കെ, കാരണം ഹാൻഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്ഷൻസിൽ കൺഫ്യൂഷൻ വരാം. ആന്റി ക്ലോക്ക് വൈസ് എടുക്കണോ, ക്ലോക്ക് വൈസ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ വരാം. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി എന്തെന്ന് വെച്ചാൽ സൈനിന്റെ വാല്യൂ എഴുതിയില്ലേ, ഈ എഴുതിയ വാല്യൂസിനെ നേരെ തിരിച്ച് വേണം നമ്മൾ എന്തിനു എഴുതാൻ? കോസിന് എഴുതാൻ. അതായത് ഇവിടെ 0 എഴുതി 1 ആണ് ഇവിടെ അവസാനിച്ചെങ്കിൽ നമുക്ക് ഇവിടെ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 0യിലേക്ക് എഴുതണം. അതായത് സൈനിന്റെ വാല്യൂ, അതായത് നമ്മുടെ തീറ്റയുടെ വാല്യൂ 0 മുതൽ 90 വരെ പോകുമ്പോഴത്തേക്കും സൈനിന്റെ വാല്യൂ ഇൻക്രീസസ് ഫ്രം 0 to 1 എന്നാണ്. ഓക്കെ, കോസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1ൽ നിന്ന് 0യിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് അവിടെ ശ്രദ്ധിക്കുക. അത് ഞാൻ തിരിച്ചെഴുതുമ്പോൾ 1, പിന്നെ എന്താ കിട്ടും? √3 divided by 2, 1 divided by √2, 1/2, 0 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഞാൻ നോക്കിക്കേ, ടാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? സൈൻ ഡിവൈഡഡ് ബൈ കോസ് എന്നല്ലേ. അപ്പൊ ഞാൻ നോക്കിക്കേ, സൈൻ ഡിവൈഡഡ് ബൈ കോസ് 0 divided by 1 is equal to എത്രയാണ്? 0. ഇനി നോക്കിയേ, 1/2 divided by √3/2. ഓക്കെ, അപ്പൊ ആ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്ന ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. രണ്ടും ക്യാൻസൽ ആയപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/√3 ആണ് വരുന്നത്. ഓക്കെ, 1/2 കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. √3/2 when divided by 1/2 we get √3 as the answer and 1 divided by 0. ഓക്കെ, ഒരു നമ്പറിനെ നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അതായത് tan 90 degree is not defined, is a not defined angle. Okay, next is cosec. Cosec എന്ന് പറഞ്ഞ 6 റെസിപ്രോക്കൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് is the reciprocal of sin. Okay, അപ്പൊ ഞാൻ നോക്കിയേ, sin 0യുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പൊ ഞാൻ ഇതിനെ 0 divided by 1 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ 1 divided by 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ any number is not divisible by 0. ഓക്കെ, അപ്പൊ എന്താണ്? നമുക്ക് not defined എന്നാണ് cosec 0 ഡിഗ്രി കിട്ടുന്നത്. ഓക്കെ, നോട്ട് ഡിഫൈൻഡ്. നെക്സ്റ്റ് ഇതാ നോക്കുക, സൈന്റെ റെസിപ്രോക്കൽ എടുത്തോ. 1/2ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 2 ആണ്. 1/√2ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? √2 ആണ്. നെക്സ്റ്റ് ഇസ് √3/2ന്റെ റെസിപ്രോക്കൽ എന്താണ്? 2 divided by √3 ആണ്. 1ന്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് 1/1 റെസിപ്രോക്കൽ ഈസ് 1 itself. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ഏത് റേഷ്യോ ആണ് സീക്ക് കണ്ടുപിടിക്കണം. വി നോ ദാറ്റ് സീക്ക് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് കോസ് തീറ്റ. ഓക്കെ, അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. 1 ന്റെ റെസിപ്രോക്കൽ ഈസ് 1 itself. √3/2 ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡിവൈഡഡ് ബൈ √3 ആണ്. 1/√2 ന്റെ റെസിപ്രോക്കൽ ഈസ് √2 ആൻഡ് 1/2 ന്റെ റെസിപ്രോക്കൽ എന്താണ്? 2 ആണ്. 0 യുടെ റെസിപ്രോക്കൽ ഇതിനെ ഞാൻ 0 ഡിവൈഡ് ബൈ 1 എന്ന് കൺസിഡർ ചെയ്താൽ 1 ഡിവൈഡഡ് ബൈ 0 എടുക്കുമ്പോഴത്തേക്കും എനിക്ക് സീക്ക് 90 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? നോട്ട് ഡിഫൈൻഡ് വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കോട്ട് തീറ്റ വേണം. അപ്പൊ കോട്ട് എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കൽ ആണ്? ടാനിന്റെ റെസിപ്രോക്കൽ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോസ് ഡിവൈഡഡ് ബൈ സൈൻ എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, ഞാൻ ടാന്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. 0 ഡിവൈഡഡ് ബൈ 1 എന്ന് കൺസിഡർ ചെയ്താൽ 1 ഡിവൈഡ് ബൈ 0 ഈസ് ഈക്വൽ ടു വാട്ട്? നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 1/√3 യുടെ റെസിപ്രോക്കൽ ആരാണ്? √3 ആണ്. 1 ന്റെ റെസിപ്രോക്കൽ ആരാണ്? 1 itself. √3 യുടെ റെസിപ്രോക്കൽ ആരാണ്? 1 ഡിവൈഡഡ് ബൈ √3 ആണ്. ഇവിടെ നമുക്ക് നോട്ട് ഡിഫൈൻഡ് എന്നാണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതോ ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്ന വാല്യൂ വന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ റെസിപ്രോക്കൽ ആരായിരിക്കും വരുന്നത്? 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ദ വാല്യൂ ഓഫ് കോട്ട് 90 ഈസ് 0. ഓക്കെ, ഇനി ഈ വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് sin 60 into cos 30 plus sin 30 into cos 60 ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് sin 60? sin 60 is equal to what? √3/2. ഓക്കെ, √3/2 into cos 30 യുടെ വാല്യൂ എത്രയാണ്? cos 30 is equal to √3/2 itself. So √3/2 into √3/2 plus sin 30 degree. sin 30 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. 1/2 into cos 60 degree. cos 60 degree is also 1/2. So 1/2. ഓക്കെ, ഇത്രയും കൊടുക്കുക. √3/2 into √3/2 ഒന്ന് ആലോചിക്കുക. √3 into √3 is equal to 3 divided by 2 into 2 is equal to 4 plus 1 into 1 is equal to 1 divided by 2 into 2 is equal to 4. അപ്പോൾ ദാ ഈ രണ്ട് ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. So we can add it directly. So 3 plus 1 is equal to 4 divided by 4. We get 1 as the answer of sin 60 into cos 30 plus sin 30 into cos 60. Okay. So students, our second sub question is 2 into tan square 45 plus cos square 30 minus sin square 60. നമുക്ക് വാല്യൂസ് ഈ ടേബിളിൽ നിന്ന് കിട്ടും. ഈ ടേബിളിൽ നിന്ന് വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2 into tan square 45, that is tan 45 ആരാണ്? നമുക്ക് 1 ആണ്. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ചില ആംഗിൾസ് നമ്മൾ നല്ല രീതിയിൽ ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് is tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതേപോലെ sin 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. tan 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതേപോലെ cos 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. അങ്ങനെയുള്ളത് ചില സിമ്പിൾ ആയിട്ടുള്ളത് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ 2 into tan square 45 means tan 45 is equal to 1. So 1 into square is 1 itself. So ഇനി plus 2 into 1 plus cos square 30. So cos 30 ന്റെ വാല്യൂ നമുക്ക് വേണം. cos 30 is equal to √3/2. Okay, അപ്പൊ √3/2 ന്റെ സ്ക്വയർ. Okay, √3/2 the whole square minus sin square 60. sin 60 ന്റെ വാല്യൂ എത്രയാണ്? √3/2 itself. So √3/2 ന്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. √3/2 the whole square. Okay, അപ്പൊ ദാ ഇവിടെ നോക്കിക്കേ 2 into 1. ഇവിടെ നോക്കിക്കേ plus √3/2 the whole square. ഇവിടെ minus √3/2 the whole square. രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. We get 2 into 1. That is the answer is 2. That is 2 tan square 45 plus cos square 30 minus sin square 60 is equal to 2. So we are moving to the third sub question. The cos 45 divided by sec 30 plus cosec 30. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. നമുക്ക് വാല്യൂസ് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos 45 is equal to what? 1/√2. Okay, 1/√2 the whole divided by sec 30 plus cosec 30. sec 30 is equal to 2/√3. Okay, divided plus cosec 30 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ വാല്യൂസ് നമ്മൾ ഒന്ന് ചെയ്യുന്നത് രീതി ശ്രദ്ധിക്കുക. 1/√2 അതേപോലെ നിൽക്കട്ടെ. the whole divided by ഒന്ന് ആലോചിക്കുക. ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ എങ്ങനെയാണ്? ഇത് ഡിവൈഡഡ് ബൈ 1 എന്ന് കൺസിഡർ ചെയ്താൽ എങ്ങനെ ചെയ്യാം? 2 into 1 is equal to 2 itself plus 2 into √3 is equal to 2√3 divided by √3 into 1 is equal to എത്രയാണ്? √3 തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതാ നോക്കിയേ, മുകളിലും ഫ്രാക്ഷൻ താഴെയും ഫ്രാക്ഷൻ. നമുക്ക് അതിനെ എന്താണ് ഒറ്റ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുകളിലത്തെ ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതാ നോക്കുക, ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് 1/√2. ഓക്കെ, 1/√2 മുകളിലത്തെ ഫ്രാക്ഷൻ അതേപോലെ നിൽക്കും. ഇൻറ്റു ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. √3 divided by 2 plus 2√3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? √3 divided by നോക്കിയേ 2√2 plus √2 into √3 എത്രയാണ്? √6 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ ഒരു 2 മാത്രമാണ് ലെഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ ഇവിടെ വരെയാണ് നമുക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, ഈ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ ഈ ഒരു ഫ്രാക്ഷനെ എന്ത് ചെയ്യുന്നു, മുകളിലും താഴെയും, ദാറ്റ് ഈസ് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രാക്ഷന്റെ വാല്യൂവിന് ചേഞ്ച് ഒന്നും വരാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അതെങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ കോൺജുഗേറ്റ് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇതാ നോക്കുക, √3 ഡിവൈഡഡ് ബൈ 2√2 പ്ലസ് 2√6 ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ ഇതാ നോക്കിക്കേ, ഞാൻ പറഞ്ഞു ഡിനോമിനേറ്റർ തന്നിരിക്കുന്നതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2√2 പ്ലസ് 2√6ന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 2√2 മൈനസ് 2√6 ആയിരിക്കും. അതായത് നടുക്കത്തെ സൈൻ മാത്രം മാറ്റി കൊടുത്താൽ മതി. ശ്രദ്ധിക്കുക, എന്താണ് 2√2 മൈനസ് 2√6 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം, മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്ന് ആലോചിക്കേ, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഫ്രാക്ഷന്റെ വാല്യൂന് വല്ലതും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഒരേ നമ്പർ കൊണ്ടാണ് നമ്മൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് രണ്ടുകൂടെ ക്യാൻസൽ ആയാൽ നമുക്ക് 1 തന്നെയാണ് കിട്ടുന്നത്. സോ ഈ ഒരു ഫ്രാക്ഷന്റെ വാല്യൂന് എന്ത് സംഭവിക്കുന്നില്ല, മാറ്റം സംഭവിക്കാതെ നമുക്ക് എന്ത് വേണം, ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ഈ റൂട്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, √3 ഇൻറ്റു 2 നമ്മൾ ഇതിനെ തമ്മിൽ ചെയ്യാൻ പോവാണ്. √3 ഇൻറ്റു 2√2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 2√6 എന്ന് കിട്ടും. മൈനസ് നോക്കുക 2 അവിടെ അതേപോലെ √3 ഇൻറ്റു √6 ഈസ് ഈക്വൽ ടു എത്രയാണ്, √18 ദ ഹോൾ ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഇത് തന്നിരിക്കുന്ന രീതി ശ്രദ്ധിക്കുക, 2√2 പ്ലസ് 2√6 ഇൻറ്റു 2√2 മൈനസ് 2√6 ദാറ്റ് ഈസ് a പ്ലസ് b ഇൻറ്റു a മൈനസ് b വിച്ച് ഈസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോമിലാണ് ഇത് കിടക്കുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം, 2√2 ദി ഹോൾ സ്ക്വയർ മൈനസ് 2√6 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് നിങ്ങൾ ശ്രദ്ധിക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതാൻ പോകുന്ന രീതി ഇങ്ങനെയാണ്, 2√6 അതേപോലെ മൈനസ് 2 അതേപോലെ നിൽക്കട്ടെ. ഈ √18 എനിക്ക് 9 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. 9 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. സോ 9ന്റെ റൂട്ടിനെ എനിക്ക് പുറത്തെടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പൊ ഇതാ എഴുതുന്ന രീതി ശ്രദ്ധിക്കുക, 2 ഇൻറ്റു 3 ഇൻറ്റു ബാക്കി അവിടെ ലെഫ്റ്റ് ചെയ്യുന്ന ആര് മാത്രമാണ്, √2 ആണ്. ഓക്കെ, ക്ലിയർ ആയിരിക്കണം. അവിടെ ശ്രദ്ധിക്കുക, √18 എനിക്ക് എഴുതാം റൂട്ട് ഇൻറ്റു 9 ഇൻറ്റു 2 എന്ന് എഴുതാം. 9ന്റെ റൂട്ട് 3 ആണ്, √2 അതേപോലെ നിൽക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മളവിടെ ചെയ്തത്. സോ 2 ഇൻറ്റു 3 ഇൻറ്റു √2. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ ആരാണ്, 4 ആണ്, ഇൻറ്റു √2ന്റെ സ്ക്വയർ ആരാണ്, 2 ആണ്. ഓക്കെ, മൈനസ് ഇനി 2ന്റെ സ്ക്വയർ 4 ഇൻറ്റു √6ന്റെ സ്ക്വയർ ആരാണ്, 6 itself. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ വാല്യൂസ് ഇതാ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് എഴുതാൻ പോവുകയാണ്. നോക്കുക, 2√6 മൈനസ് 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 6 √2 ദ ഹോൾ ഡിവൈഡഡ് ബൈ, നോക്കിക്കേ 4 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 8 ആണ്. ഓക്കെ, മൈനസ് 4 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു എത്രയാണ്, 24 ആണ്. ദാറ്റ് മീൻസ് 8 മൈനസ് 24 ഈസ് ഈക്വൽ ടു മൈനസ് 16. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മതി ഇതിന്റെ അകത്തുള്ള കോമൺ ആയിട്ട് ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പൊ അതാ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു മൈനസ് വന്നിട്ടുണ്ട് ആണല്ലോ. ഈ ഒരു മൈനസിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൈനസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, മുകളിൽ കൊടുക്കുന്നു. അപ്പൊ ഈ ടേംസിന്റെ സൈൻ എന്തായിട്ട് മാറും, റിവേഴ്സ് ചെയ്യും. ദാറ്റ് ഇസ് 2√6ന്റെ സൈൻ മൈനസ് 2√6ഉം മൈനസ് 6√2ന്റെ സൈൻ എന്തായിട്ട് മാറും, പ്ലസ് 6√2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ നോക്കാം, ഞാൻ എഴുതുന്ന രീതി ശ്രദ്ധിക്കുക, 6√2 മൈനസ് 2√6 ഓക്കെ ഡിവൈഡഡ് ബൈ 16 എന്ന് കിട്ടും. ഇനി കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ വെട്ടിക്കളയുന്നു. നോക്കുക 6, 2 and 16 are divisible by 2, right? So ഇതിൽ നിന്ന് എനിക്കൊരു 2നെ കോമൺ എടുത്താൽ ബാക്കി ഇവിടെ ലെഫ്റ്റ് ചെയ്യുന്ന ആര് മാത്രമാണ്, 3√2 ഓക്കെ, മൈനസ് ഈ 2നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ √6 മാത്രമേ ഉള്ളൂ. ആ മുകളിൽ എടുത്ത 2നെ നമ്മൾ ഇവിടുത്തെ 16 ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് അവർ ഫൈനൽ ആൻസർ ഈസ് 3√2 മൈനസ് √6 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, ഇതാണ് cos 45 ഡിവൈഡഡ് ബൈ sec 30 പ്ലസ് cosec 30യുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ഇതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു ഫോമിലേക്ക് മാറ്റി. അപ്പൊ നമുക്ക് കിട്ടിയ ഫ്രാക്ഷനിൽ എന്ന് പറയുന്നത് മുകളിലും താഴെയും എല്ലാം എന്താണ്, റൂട്ട് ഉണ്ട്. അതേപോലെ താഴത്തെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് റൂട്ട് ആണ് വന്നിരിക്കുന്നത്. സോ അതിനെ എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം വിത്തൗട്ട് ചേഞ്ചിങ് ദ വാല്യൂ ഓഫ് ദ ഫ്രാക്ഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിനോമിനേറ്ററിലുള്ള ആ തന്നിട്ടുള്ള ആൾജിബ്രിക് എക്സ്പ്രഷന്റെ കോൺജുഗേറ്റ് കൊണ്ട് ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു വാല്യൂയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ,
സോ നമ്മുടെ നാലാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. sin 30 plus tan 45 degree minus cosec 60 the all divided by sec 30 plus cos 60 plus cot 45. ഓക്കെ, നമുക്ക് ആദ്യം വാല്യൂസ് കൊടുക്കാം. sin 30 is equal to എത്രയാണ് 1/2 plus tan 45 is equal to 1 minus cosec 60. Cosec 60 is equal to what? 2/√3. Okay, 2 divided by √3 the whole divided by sec 30. Okay, sec 30 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2 divided by √3. Okay, plus cos 60 is equal to 1/2 plus cot 45 is equal to 1. Okay, അപ്പൊ ഇതിങ്ങനെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്നതാണല്ലോ എന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല. ഇവിടെ നമുക്ക് അഡിഷൻ ഓഫ് ദീസ് ടു ടേംസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്തിട്ട് -1 എന്ന് നമുക്ക് വാല്യൂ വരുമായിരുന്നു. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ഇതിനെ ഞാൻ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യണം. 1/2 plus 1 എത്രയാണ്? 3/2. ഓക്കെ, 3/2 minus 2/√3 the whole divided by ഇവിടെ 2/√3 അതേപോലെ നിൽക്കുകയാണ് പ്ലസ് 1/2 plus 1 എത്രയാണ്? is equal to 3/2. ഓക്കെ, അപ്പോ ഇനി ഞാൻ ഇതിനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, 3 into √3 is equal to 3√3 minus 2 into 2 is equal to 4 the whole divided by 2√3. ഓക്കെ, the whole divided by ശ്രദ്ധിക്കുക 2 into 2 which is equal to 4 plus 3√3. Okay, 3 into √3 is equal to 3√3 divided by 2√3. Okay, ഇപ്പൊ നോക്കിക്കേ, ഈ ഒരു ഫ്രാക്ഷന്റെ മുകളിലും താഴെയും വന്ന ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? സോ 2√3 divided by 2√3 നമുക്ക് എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ആയി പോകുന്നു. ഇനി ഇതാ ഇവിടെ നോക്കാം, 3√3 minus 4 ബാക്കി നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്ന എത്രയാണ്? 3√3 minus 4 divided by 4 plus 3√3. ഇവിടെ എത്തുമ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഇത് രണ്ടും കൂടെ എന്താണ്? ക്യാൻസൽ ആയി പോകുന്നത്. ഇത് ശ്രദ്ധിക്കുക, ഇത് അഡിഷൻ ആണ്. ഓക്കെ, നോട്ട് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഡിനോമിനേറ്ററിന്റെ അകത്ത് എന്താണ്? റൂട്ടിന്റെ ടേംസ് ആണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ഫ്രാക്ഷന്റെ വാല്യൂവിന് ചേഞ്ച് ഒന്നും വരാതെ തന്നെ ഈ ഒരു ഫ്രാക്ഷനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ താഴത്തെ റൂട്ടിനെ നമുക്ക് ഒഴിവാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ഈ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. അപ്പൊ നോക്കിക്കേ, എങ്ങനെ എഴുതാം? 3√3. ഓക്കെ, 3√3 minus 4 the whole divided by 4 plus 3√3. Okay, into 4 plus 3√3 ആണ് ഡിനോമിനേറ്റർ. അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? 4 minus 3√3 ആണ്. ഡിവൈഡഡ് ബൈ 4 minus 3√3. ഈ ഒരു ഫ്രാക്ഷന്റെ വാല്യൂവിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം. നോക്കിക്കേ, ഇവരെ രണ്ടുപേരെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? a plus b into c plus d എന്നുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് രണ്ടും ഒരേ ടേംസ് ആണ്. ഇതിനെ a എന്ന് കൊടുത്താൽ ഇവിടെ a കിട്ടും, ഇവിടെ b എന്ന് കൊടുത്താൽ ഇതും b കിട്ടും. ദാറ്റ് ഈസ് a minus b into b minus a എന്നുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. നമുക്ക് സാധാരണ ജനറൽ ടേമിൽ പോവാം. 3√3 into 4 which is equal to എത്രയാണ്? 12√3. ഓക്കെ, ഇനി നോക്കുക, 3√3 into minus 3√3 is equal to minus 3 into 3 is equal to 9. √3 into √3 which is equal to 3. Okay, appo 9 into 3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. Next is minus 4 into 4 is equal to minus 16 and minus 4 into minus 3√3 is equal to plus 12√3. Okay, the whole divided by next നമുക്ക് വരുന്നത് നോക്കിക്കേ, a plus b into a minus b എന്ന് പറഞ്ഞ ഫോർമുലയിലേക്ക് വരുന്നത് which is equal to a square minus b square. So 4 ന്റെ square is equal to 16 minus 3√3 യുടെ സ്ക്വയർ എന്ന് എത്രയാണ്? 9 into 3 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും എത്ര കിട്ടും? 12√3 plus 12√3 is equal to എത്രയാണ്? 24√3 എന്നാണ് വരുന്നത്. ഇനി നോക്കുക, minus 9 into 3 is equal to എത്രയാണ്? 27 ആണ്. ഓക്കെ, minus 27 minus 16 is equal to minus 43. Okay, minus 43. The whole divided by 16 minus 9 into 3. 9 into 3 is equal to 27 ആണ് വരുന്നത്. 16 minus 27 is equal to minus 11. ഓക്കെ, -11. അപ്പൊ ഈ മൈനസ് സൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലും താഴെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്തായിട്ട് മാറും? എനിക്ക് 43 minus 24√3 divided by 11 എന്നാണ് കിട്ടുന്നത്. Which is the final answer of sin 30 plus tan 45 minus cosec 60 the whole divided by sec 30 plus cos 60 plus cot 45. Okay. സോ നമ്മുടെ അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്കാണ് ഇനി പോകുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്,
5 cos square 60 plus 4 sec square 30 minus tan square 45 divided by sin square 30 plus cos square 30. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് തന്നിട്ടുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ എല്ലാം സ്ക്വയേഴ്സ് ആണ് തന്നിട്ടുള്ളത് ആണല്ലോ. അപ്പൊ നമുക്ക് ഈ റൂട്ട് വന്നാലും അതിന്റെ സ്ക്വയർ വരുമ്പോഴത്തേക്ക് ആ റൂട്ട് ക്യാൻസൽ ആയി പോകും. അങ്ങനെ ഒരു ആശ്വാസം ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ചെയ്യാം 5 cos square 60 എന്ന് പറയുമ്പോഴത്തേക്കും is equal to 5 into cos square 60. ഓക്കെ, അപ്പൊ cos 60 യുടെ വാല്യൂ എത്രയാണ്? 1/2. സോ 1/2 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്? 1/4. 5 into 1/4 is equal to 5/4. ഓക്കെ, പ്ലസ് ഇനി നമുക്ക് 4 into sec square 30 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് sec 30 നോക്കണം. sec 30 is equal to 2/√3 ആണ്. അപ്പൊ 4 അതേപോലെ കൊടുത്തു. sec square 30 എന്ന് പറയുമ്പോൾ 2/√3 the whole square. 2 ന്റെ സ്ക്വയർ is equal to 4. ഓക്കെ, ഡിവൈഡഡ് ബൈ √3 യുടെ സ്ക്വയർ എത്രയാണ്? 3 തന്നെയാണ്. ഓക്കെ, അപ്പൊ 4 into 4/3 is equal to 16 divided by 3. ഓക്കെ, മൈനസ് tan square 45. tan ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ tan square ന്റെ വാല്യൂ is also 1. ഓക്കെ, ഇനി നമുക്ക് sin square 30 ആണ് വേണ്ടത്. sin 30 is equal to 1/2. സോ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 1/4 പ്ലസ് നമുക്ക് cos square 30 വേണം. അപ്പൊ cos 30 എന്ന് പറയുമ്പോൾ √3/2 ആണ്. √3/2 ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 3/4 എന്നാണ് വരുന്നത്. which is equal to ഞാൻ ഇങ്ങനെ ഡിനോമിനേറ്റർ ഒന്ന് കൺസിഡർ ചെയ്തേ. ഇവിടെ ഈ ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. സോ നമുക്ക് 3 plus 1 divided by 4 എന്ന് എഴുതാം. that is 4 divided by 4 which is equal to 1 itself. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ചെയ്യുന്ന രീതി ശ്രദ്ധിക്കാം. 5/4 അതേപോലെ കൊടുത്തു പ്ലസ് ഇത് നോക്കിക്കേ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഡിവൈഡഡ് ബൈ 1 എന്നുള്ള രീതിയിൽ ഇതിനെ കൺസിഡർ ചെയ്താൽ 16 into 1 is equal to 16 minus 1 into 3 is equal to 3 divided by 3 into 1 is equal to 3. Okay, next is equal to 5/4 plus ഇനി നമ്മൾ ഈ divided by 1 കൊടുക്കണോ? വേണ്ട. 16 minus 3 is equal to എത്രയാണ്? 13 divided by 3 എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി 5 into 3 ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി അറിയാലോ. ഇവരെ രണ്ടുപേരെയും ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. that is 5 into 3 is equal to 15. നെക്സ്റ്റ് is അതേ സൈൻ, അടുത്തത് അതേ സൈൻ അതേപോലെ കൊടുക്കുക. ഇനി 4 into 13 എന്ന് പറയുമ്പോൾ 4 into 10 is equal to 40. 4 into 3 is equal to 12. so 40 plus 12 is equal to 52. okay, the whole divided by 4 into 3 is equal to 12 എന്നാണ് കിട്ടുന്നത്. which is equal to 15 plus 52 is equal to 50 plus 10 is equal to 60. 5 plus 2 is equal to 7. so 67 divided by 12 is the final answer of this question. okay, സോ സ്റ്റുഡൻസ്, നമ്മുടെ സെക്കൻഡ് സെറ്റ് ഓഫ് എക്സസൈസിലെ സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞത്, ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. നമുക്ക് ഇവിടെ ഒരു ട്രിഗ്നോമെട്രിക് ഫോർമുല തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ ചെയ്തതിന് ശേഷം അതിന്റെ ലാസ്റ്റ് കിട്ടുന്ന റിസൾട്ട് ഏത് വാല്യൂവിന് ഈക്വൽ ആണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ളത് 2 tan 30 divided by 1 plus tan square 30 എന്നാണ്. which is equal to 2 into okay, tan 30 ന്റെ വാല്യൂ എത്രയാണ്? tan 30 is equal to 1/√3. okay, 1 divided by √3 the whole divided by 1 plus tan square 30. അപ്പോൾ 1/√3 യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്? 1/3. okay, which is equal to നോക്കിക്കേ 2 into 1/√3 is equal to 2/√3 into നോക്കാം, ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 3 is equal to 3. 3 plus 1 is equal to 4. 4 divided by 3 എന്ന് കിട്ടും. 4 divided by 3 യുടെ റെസിപ്രോക്കൽ ഞാൻ മുകളിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് എനിക്ക് 3 divided by 4 എന്നാണ് കിട്ടുന്നത്. ഇവിടെ നോക്കിക്കേ, ഈ 2ഉം ഈ 4ഉം ക്യാൻസൽ ആയി നമുക്ക് 2 കിട്ടി. ഈ 3യുടെ അർത്ഥം എന്താണ്? √3 into √3 എന്നല്ലേ. അപ്പൊ ഞാൻ നമുക്ക് എങ്ങനെയെങ്കിലും ഡിനോമിനേറ്ററിൽ നിന്നും ആരെ ഒഴിവാക്കണം? റൂട്ടിനെ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് ഈ √3യും ഈ 3യിലുള്ള ഒരു √3 ക്യാൻസൽ ആയി ബാക്കി നമുക്ക് അവിടെ √3 മാത്രമേ ഉള്ളൂ. സോ അവർ ആൻസർ ലെഫ്റ്റ് ഈസ് √3 divided by 2. ഓക്കെ, അപ്പൊ √3 divided by 2 എന്ന് പറയുന്ന വാല്യൂസ് ആർക്കൊക്കെയാണ് വരുന്നത്? sin 60ക്കും വരുന്നുണ്ട്, അതേപോലെ cos 30ക്കും വരുന്നുണ്ട്. ഇതിൽ ആരാണ് നമ്മുടെ ഓപ്ഷനിൽ വന്നിരിക്കുന്നത്? ഈ sin 60. സോ അവർ ഫസ്റ്റ് ഓപ്ഷൻ sin 60 is the answer. okay, is the answer. So we are moving to our second sub question. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 1 minus tan square 45 divided by 1 plus tan square 45 which is equal to 1 minus tan 45 ന്റെ വാല്യൂ എത്രയാണ്? is 1. so 1 square is equal to 1 itself divided by 1 plus tan square 45 is 1. okay, so നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 0 divided by 2. when we divide 0 with any number we get answer as 0 itself. okay, so 1 minus tan square 45 divided by 1 plus tan square 45 is equal to 0 ആണ് വന്നിരിക്കുന്നത്. and our option D is the correct answer. okay, so students, we are moving to the third and fourth sub question of our second question. appo nokkige, the third question idana parayunnathu, sin 2a is equal to 2 sin a is true for a is equal to dash. adayithu a
ഈ എ എന്ന് പറയുന്ന ആംഗിൾ വാല്യൂ ഏത് വരുമ്പോഴാണ് നമുക്ക് sin 2a = 2 sin a എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്ക് പകരം നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇക്വേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് എന്താണ് കിട്ടുന്നത്. ഇവിടുത്തെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, 0 ഡിഗ്രി ആണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, sin 2a എന്ന് പറയുന്നു. അപ്പൊ sin 2 × 0 which is equal to sin 0. അപ്പൊ sin 0യുടെ വാല്യൂ നമുക്ക് 0 തന്നെയാണ് വരുന്നത്. അതേപോലെ 2 sin a ക്ക് പകരം ഞാൻ 2 sin 0 എന്ന് കൊടുത്താൽ 2 × 0 which is also equal to 0. So our first option 0 degree is the answer of the third sub question. ഇനി നമ്മൾ നാലാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഓക്കെ, 2 tan 30 divided by 1 minus tan square 30. നമുക്ക് വാല്യൂസ് കൊടുക്കാം. 2 × tan 30. tan 30യുടെ വാല്യൂ എത്രയാണ്, 1/√3 divided by 1 minus 1/√3 the whole square is equal to എത്രയാണ്, 1/3 ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാണ് 2/√3 അതേപോലെ എഴുതുന്നു. ആൻഡ് നമുക്ക് ഇവിടെ താഴെ കിട്ടുന്നത് എന്താണ്, 3 - 1. 3 - 1 എത്രയാണ്, is equal to 2 ആണ്. ഡിവൈഡഡ് ബൈ നമുക്ക് ആര് കിട്ടും, 3 ആണ് കിട്ടുന്നത്. സോ ഇവിടെ നോക്കുക, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷനെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകുന്നു. എങ്ങനെയാണ്, റെസിപ്രോക്കൽ എടുക്കാൻ. സോ 2/√3 into 3/2 എന്ന് കിട്ടും. this 2 and this 2 cancel each other. നമുക്ക് 3/√3 എന്ന് കിട്ടും. ഞാൻ പറഞ്ഞു നമ്മുടെ ഡിനോമിനേറ്ററിൽ നിന്ന് നമുക്ക് റൂട്ടിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, 3 എന്ന് പറഞ്ഞാൽ ആരാണ്, √3 × √3 ആണ്. 3 എന്ന് പറഞ്ഞാൽ all divided by 3. സോ ഈ √3 ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് √3 എന്ന് മാത്രമാണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് cos 60, sin 60, tan 60, sin 30 എന്നാണ്. അപ്പൊ √3 ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് tan 60 ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ആരെങ്കിലും ഉണ്ടോ √3 ആൻസർ ആയിട്ട് വരുന്നത്, cot 30 മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ആരാണ്, tan 60 ആണ് എടുക്കാൻ പറ്റുന്നത്. സോ അവർ ഓപ്ഷൻ സി, that is tan 60 is the answer of 2 tan 30 divided by 1 minus tan square 30. Okay. So students, we are moving to the third question of our exercise 8.2. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പറയുന്നത്, നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. tan a plus b is equal to √3, tan a minus b is equal to 1/√3, and നമുക്ക് a plus b യുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെയാണ്, 0 ഡിഗ്രി ലെസ് ദാൻ a plus b ലെസ് ദാൻ or equal to 90. അതായത് 0 മുതൽ 90 ഡിഗ്രി വരെ ആകാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് a യുടെ വാല്യൂ b യേക്കാൾ ഗ്രേറ്റർ ആണ്. ഫൈൻഡ് ക്യാപിറ്റൽ A ആൻഡ് ക്യാപിറ്റൽ B. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കാം. നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ tan a plus b is equal to √3 എന്നാണല്ലോ, ആണ്. അപ്പൊ ടാനിന്റെ ഏത് വാല്യൂനാണ് √3 വരുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കേ. tan √3 വരുന്നത് ഏത് വാല്യൂനാണ്, 60 ഡിഗ്രിക്കാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, tan a plus b is equal to tan 60 ഡിഗ്രി. എഴുതാമോ, എഴുതാം. ഓക്കെ, അപ്പൊ √3 എന്ന് പറയുന്നത് ഏത് വാല്യൂനാണ് വരുന്നത്, 60 ഡിഗ്രി വാല്യൂ ഓഫ് tan ആണ് വരുന്നത്. സോ നമുക്ക് tan 60 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് ഓക്കെ, tan a plus b is equal to tan 16 ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി a plus b യുടെ വാല്യൂ എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും, which is our first equation. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ, tan a minus b. ഓക്കെ, tan a minus b is equal to 1/√3 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്, ആണല്ലോ. അപ്പോൾ ടാനിന്റെ ഏത് വാല്യൂ ആണ് 1/√3 വരുന്നത്, tan 30 is equal to 1/√3. സോ നമുക്ക് tan a minus b is equal to tan 30 എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് a minus b is equal to what, 30 degree. So this is the second equation. Okay, ഇനി നമുക്ക് എന്ത് വേണം, a plus b യുടെ വാല്യൂ വേണം. ഇപ്പൊ നമുക്ക് കിട്ടിയത് രണ്ട് പെയർ ഓഫ് ഇക്വേഷൻസ് അല്ലേ, ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ b എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്, പക്ഷെ ഓപ്പോസിറ്റ് സൈൻ ആണ്. സോ ഐ എം ഗോയിങ് ടു ആഡ് these two equations, equation 1 plus equation 2. a plus a is equal to 2a which is equal to minus b plus b is equal to 0. 60 plus 30 which is equal to 90. That means a the value is equal to 45 degree. Okay, അപ്പോൾ a എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 45 ഡിഗ്രി ആണ് കിട്ടുന്നത്. ആൻഡ് നമുക്ക് b യുടെ വാല്യൂ കണ്ടുപിടിക്കാം. b is equal to 60 minus a. Okay, അപ്പോൾ 60 minus 45. Okay, അപ്പോൾ 60 minus 40 is equal to 20. പിന്നെ ഒരു 5 കൊണ്ട് പോകുമ്പോൾ 15 ഡിഗ്രി ആണ് കിട്ടുന്നത്. Okay, that means a യുടെ വാല്യൂ 45 and b യുടെ വാല്യൂ 15 ഡിഗ്രി ആണ് വരുന്നത്. നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ച് a യുടെ വാല്യൂ b യുടെ വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആണ് അല്ലേ, 45 is greater than 50. So the conditions of our question is also satisfied by these two answers. Okay.
So students, we are moving to the fourth question of our exercise 8.2. Okay, അപ്പോൾ ഈ fourth question എന്ന് പറയുന്നത് state whether true or false questions ആണ്. Okay, അതിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് sin a plus b is equal to sin a plus sin b എന്നാണ് തന്നിരിക്കുന്നത്. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം ആണല്ലോ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ എക്കും ബിക്കും പകരം എന്ത് ചെയ്യുന്നു, വേരിയബിൾസിന്റെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഞാനിപ്പോ എ എന്ന് പറയുന്നത് എത്രയാണ്, 30 ഡിഗ്രി ആയിട്ടും അതേപോലെ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിട്ടും എടുക്കുന്നു. അപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്, 90 ഡിഗ്രി ആണ് കിട്ടുന്നത്. നമുക്ക് ഇത് ചെക്ക് ചെയ്താൽ പോരെ, അതായത് sin 30 plus sin 60 is equal to sin 90 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി അക്കോർഡിംഗ് ടു ദിസ് കണ്ടീഷൻ. ഓക്കെ, sin a plus b is equal to sin a plus sin b. ഓക്കെ, എക്ക് പകരം ഞാൻ 30 ആൻഡ് ബിക്ക് പകരം 60 is equal to sin 90 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതാ നോക്കിക്കേ, sin a plus sin b. Okay, sin a plus sin b which is equal to sin 30 plus sin 60. Okay, which is equal to sin 30 യുടെ വാല്യൂ എത്രയാണ്, 1/2. 1/2 plus sin 60 യുടെ വാല്യൂ എത്രയാണ്, sin 60 is equal to √3/2 ആണ് കിട്ടുന്നത്, which is equal to 1 plus √3 divided by 2 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. sin 90 എന്ന് പറഞ്ഞാൽ ആരാണ്, is equal to 1 അല്ലേ. സോ നമുക്ക് which is not is equal to sin 90 okay എന്ന് പറയാൻ പറ്റും. That is the given statement is false. Okay, so students, നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുകയാണ്. The value of sin theta increases as theta increases. അതായത് ഇത് നമ്മുടെ ഇൻട്രോഡക്ടറി പാർട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കേസാണ്. തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും തോറും സൈൻ തീറ്റയുടെ വാല്യൂ എന്താണ്, ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈൻ തീറ്റയുടെ വാല്യൂ നമുക്ക് നോക്കിക്കേ, തീറ്റയുടെ വാല്യൂ ഇൻക്രീസിംഗ് ഓർഡറിലല്ലേ തന്നിരിക്കുന്നത്, 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ സൈൻ തീറ്റയുടെ വാല്യൂസ് നോക്കിയേ, 0, 1/2. അപ്പൊ 1/2 is greater than 0. Next 1/2, 1/√2. 1/√2 is greater than 1/2. 1/√2, √3/2. √3/2 is greater than 1/2. Next is √3/2 and 1. 1 is greater than √3/2. So നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, as the value of theta increases, the value of sin theta also increases. Okay, അപ്പൊ അത് എങ്ങനെ എഴുതുക, as theta increases, sin theta increases. Okay, നെക്സ്റ്റ് എന്ന് പറയുന്നത് നോക്കി, the value of cos theta increases as sin theta as theta increases. അതായത് തീറ്റയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നു എന്നാണ് പറയുന്നത്, cos theta വാല്യൂ കൂടുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇനി നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ 0ൽ നിന്ന് 1ൽ എത്തി, ഇവിടെ നോക്കിയേ 1ൽ നിന്ന് 0ലാണ് എത്തിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇൻക്രീസ് ചെയ്യാണോ ചെയ്യുന്നത്, നോ, ഇറ്റ് ഈസ് ഡിക്രീസിങ്. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. ഓക്കെ, നമുക്കിവിടെ ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ട്രൂ ആയിരുന്നു. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. റീസൺ ഈസ് ആസ് theta increases, cos theta decreases. Okay, next is sin theta is equal to cos theta for all values of theta. തീറ്റയുടെ എല്ലാ വാല്യൂസിനും sin theta cos theta ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈന്റെയും കോസിന്റെയും ഈ വാല്യൂസ് ഇത്രയും നമുക്ക് സെയിം ആയിട്ടല്ലേ വരേണ്ടത്, അങ്ങനെയാണോ വന്നിരിക്കുന്നത്? അങ്ങനെ വന്നിരിക്കുന്നത് ആകെ എവിടെ മാത്രമാണ്, sin 45 and cos 45 is equal to 1/√2. അവിടെ മാത്രമാണ് സെയിം കണ്ടീഷൻസ് വന്നിരിക്കുന്നത്, ബാക്കി എല്ലാം ഡിഫറെന്റ് ആണ്. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, sin theta is equal to cos theta is only satisfied. Okay, is only satisfied for theta is equal to 45 degree. Okay, next is നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, cot A is not defined for A is equal to 0 degree. നമ്മുടെ ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ cot 0 degree is equal to not defined എന്നാണ് തന്നിരിക്കുന്നത്. So this given statement is a true statement. Okay, true statement. അപ്പൊ ഈ ഒരു ടേബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സസൈസ് ആയിരുന്നു നമ്മുടെ 8.2 എന്ന് പറയുന്ന എക്സസൈസ്. സോ ഇതോടുകൂടി 8.2 എന്ന് പറയുന്ന എക്സസൈസ് ഇവിടെ അവസാനിക്കുകയാണ്.